വെൽക്കം ബാക്ക് ടു ട്രാക്ഷൻ 4. ഇന്ന് നമ്മളോടത്തുള്ളത് ലേറ്റസ്റ്റ് വേർഷൻ NS200 ആണ്. 2024 വേർഷൻ പുതുതായിട്ട് വന്നിട്ടുള്ള NS200. ബൈക്കിൽ കാര്യമായിട്ടുള്ള കുറച്ച് മാറ്റങ്ങൾ വണ്ടിയിൽ വന്നിട്ടുണ്ട്. എഞ്ചിൻ വൈസോ അല്ലെങ്കിൽ ബൈക്കിൻ്റെ ആ ഒരു റൈഡ് ഫീൽഡിലോ കാര്യങ്ങളിലോ ഒന്നും ഒരുപാട് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. എന്നാലും ചെറിയ ചെറിയ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. NS200ൻ്റെ പുതിയ വേർഷൻ വന്ന സമയത്ത് ആ ഒരു ഇറങ്ങി നിന്ന സമയത്ത് തന്നെ എനിക്ക് ഈ ബൈക്ക് ഓടിക്കാൻ കിട്ടിയതാണ്, കുറച്ച് ദൂരം ഓടിക്കാൻ കിട്ടിയതാണ്. അതിനുശേഷം പിന്നെ ഞാനിത് ട്രൈ ചെയ്തില്ല. ഇപ്പോഴാണ് എനിക്ക് ബൈക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോക്കകത്ത് ഞാൻ ഇതിൻ്റെ മാറ്റങ്ങളും കാര്യങ്ങളും മാത്രം പറഞ്ഞു പോകാം. കാരണം NS200 എന്ന് പറയുന്ന ബൈക്കിനെ പറ്റി ഞാൻ എടുത്ത് ഇനി വീണ്ടും റൈഡ് വീഡിയോ ചെയ്യേണ്ട കാര്യമില്ലാന്ന് തോന്നുന്നു. കാരണം നമ്മൾ തന്നെ കുറേ വീഡിയോയിൽ കുറേ വേറെ ബൈക്കുകളുടെ വീഡിയോ പോലും ഈ ഒരു ബൈക്കിൻ്റെ റൈഡ് ഫീൽഡിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. സോ ഞാനിതിൽ റൈഡ് വീഡിയോ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. നമുക്ക് ജസ്റ്റ് ഇതിൽ വന്നിട്ടുള്ള ചേഞ്ചസും പുതുതായിട്ട് വന്നിട്ടുള്ള മാറ്റങ്ങളും എല്ലാം കൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ഒരു ഷോർട്ട് വീഡിയോ ആയിരിക്കും, ചെറുതായിട്ട് കാര്യങ്ങളായിട്ട് പറഞ്ഞു പോകാം. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് താങ്ക് യു സോ മച്ച്. കാരണം ഒരു ചേഞ്ച് വരുത്തിയതിൽ ബജാജിന് ഒരു ബിഗ് സല്യൂട്ട്. കുറേ വർഷങ്ങളായിട്ട് NS200ന് ഒരു മാറ്റം വന്നിട്ടില്ല. NS200 ഇറങ്ങിയ പോലെ തന്നെയാണ് പിന്നെ വന്നിട്ടുള്ളത്. ചെറിയ ചെറിയ കോസ്മെറ്റിക് ചേഞ്ചുകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് ബജാജിൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുള്ള കാര്യവും നിങ്ങൾക്കറിയാം. അവർ വീലിലൊക്കെ വെള്ള കളർ പെയിൻ്റൊക്കെ കൊണ്ടുവന്നിട്ട് ബൈക്കിൻ്റെ ഡിസൈൻ കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അവരത് തിരിച്ചു പിടിച്ചു, കുഴപ്പമില്ലാത്ത രീതിക്ക് ബൈക്ക് തിരിച്ചു വന്നു. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ചേഞ്ചസുകൾ അവർ വരുത്തിയിട്ടുണ്ടെങ്കിലും കാര്യമായിട്ട് ഒരു ചേഞ്ചും NS200ന് വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. അപ്പോൾ ഇപ്പോൾ കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ട് നന്നായിട്ട് തന്നെ. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് താങ്ക് യു സോ മച്ച് ആറ്റിങ്ങൽ കല്ലിങ്കൽ ബജാജ്. അവരാണ് എനിക്ക് ബൈക്ക് പ്രൊവൈഡ് ചെയ്തത് ഈ വീഡിയോയ്ക്കായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് NS200ൻ്റെയോ അല്ലെങ്കിൽ ബാക്കി ബജാജ് പുതിയ ബൈക്കുകളുടെയൊക്കെ ബുക്കിംഗ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർ വളരെ പെട്ടെന്ന് സ്റ്റോക്ക് എടുത്ത് തരുന്നതായിരിക്കും. നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. അവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാനിവിടെ സ്ക്രീനിൽ തന്നെ കൊടുത്തേക്കാം. അതിലേക്ക് അവരെ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് വേണമെന്നുണ്ടെങ്കിലും കിട്ടും. പുതിയ NSൻ്റെയും ബാക്കിയുള്ള ബജാജ് ബൈക്കുകളുടെയും ടെസ്റ്റ് ഡ്രൈവ് വേണമെന്നുണ്ടെങ്കിൽ അവർ ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി. അവർ നിങ്ങൾക്ക് ഇത് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ബൈക്ക് ലേറ്റസ്റ്റ് വേർഷൻ NS200. ഇനി നമുക്ക് ചേഞ്ചും കാര്യങ്ങളൊക്കെ പറയാനായിട്ട് പോകാം. ആദ്യം തന്നെ ഫ്രണ്ടിലത്തെ ഈ ഒരു ഹെഡ് ലാമ്പിൻ്റെ ഡിസൈൻ, അതായത് ഇവിടെ ഒരു DRL വന്നിട്ടുണ്ട്. ഹെഡ് ലാമ്പിൻ്റെ ആ ഒരു ഡിസൈനിങ്ങിൽ തന്നെ ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. ചെറുതല്ല, വലിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. കുറച്ചുകൂടി ഷാർപ്പായിട്ടുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് നോക്കുന്ന സമയത്ത് ഡോമിനാറിൻ്റെയൊക്കെ ഒരു ചെറിയൊരു ലിപ്പ് ഫീൽ കിട്ടുന്നുണ്ട്. ആ ഒരു ഫ്രണ്ട് ഡിസൈൻ എന്ന് പറയുന്നത് ഹെഡ് ലാമ്പിലാണ് നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ തന്നെ ഒരു ഡിസൈൻ ഫീൽ ചെയ്യുന്നത്. ആൻഡ് ഹെഡ് ലാമ്പ് ഇപ്പോൾ നല്ല ബ്രൈറ്റ് ആണ്. ഇതിൻ്റെ നൈറ്റ് പെർഫോമൻസ് ഞാൻ 1-2 ഓണേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവരും പറഞ്ഞു അത്യാവശ്യം ബ്രൈറ്റ് ആയിട്ടുണ്ടെന്ന്. പിന്നെ ആ ഒരു DRLൻ്റെ പ്രസൻസും അത്യാവശ്യം ലുക്കായിട്ടുണ്ട്. എനിക്കറിയാം ഈ ഒരു ഹെഡ്ലൈറ്റാണോ അതോ പഴയ മോഡലാണോ നല്ലതെന്നുള്ളതിൽ ഒരുപാട് ഡിബേറ്റ് നടക്കും എന്നുള്ള കാര്യം എനിക്കറിയാം. പഴയ ഹെഡ്ലൈറ്റ് ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, പുതിയ ഹെഡ്ലൈറ്റ് ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. എനിവേ ഒരു മാറ്റം വന്നു എന്നത് തന്നെ വലിയ കാര്യമായിട്ട് കാണുക. അതിനുശേഷം നേരെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു USD ഫോക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇത് USD ഫോക്സിലേക്ക് മാറിയിട്ടുണ്ട്. നല്ല സ്റ്റെബിലിറ്റി ഉണ്ട് ആക്ച്വലി. പക്ഷേ ഇപ്പോഴും ഓവറോൾ സസ്പെൻഷൻ്റെ ഫീൽ ഞാൻ ഓടിച്ചിടത്തോളം എനിക്ക് സോഫ്റ്റായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. ഇതൊരു മെയ്ഡ് ഇൻ ഇന്ത്യ ബൈക്കാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ റോഡ് കണ്ടീഷൻ എപ്പോഴും അവർ നോക്കിയിട്ടാണ് സസ്പെൻഷൻ ട്യൂൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബജാജിൻ്റെ എല്ലാ ബൈക്കുകളും സ്ട്രീറ്റിനും അല്ലെങ്കിൽ ഇന്ത്യൻ റോഡ്സിനും വേണ്ടിയിട്ട് എസ്പെഷ്യലി അതിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്ത് വെച്ചിരിക്കുന്ന സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടോട്ടലി ഉള്ള സസ്പെൻഷൻ ഫീൽ എന്ന് പറയുന്നത് ഇപ്പോഴും സോഫ്റ്റാണ്. പക്ഷേ കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്. കോർണറിങ് ടൈമിൽ കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്. പിന്നെ നേരെ വീൽസിൻ്റെ വെയിറ്റ് കുറച്ചിട്ടുണ്ടെന്ന് അവർ ക്ലെയിം ചെയ്യുന്നുണ്ട്. ഒരു 1.5 കിലോ 2 കിലോ അത്രയും കണ്ട് കുറഞ്ഞിട്ടുണ്ട്. എനിവേ അതും നമ്മുടെ അൺസ്പ്രങ് വെയിറ്റിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. നല്ല കാര്യം. ഓക്കെ, അവിടെയൊക്കെ കുറച്ചത് തന്നെ നല്ല കാര്യം. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ചേഞ്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ കൺസോളിലേക്ക് പോകേണ്ടി വരും. പഴയ NSA അല്ല, പുതിയ NS മാറിയെന്ന് നമുക്ക് കംപ്ലീറ്റ്ലി ഫീൽ ചെയ്യുന്നത് ഈ ഒരു സംഭവം കാണുമ്പോഴാണ്. ഞാനതൊരു കാര്യം പറയാം. ഞാൻ അന്ന് ഈ ബൈക്ക് ഓടിച്ച സമയത്ത് എൻ്റെ കയ്യിൽ ഞാൻ വേറൊരു വണ്ടിയുടെ വീഡിയോ എടുത്തതിന് ശേഷമാണ് ഈ ബൈക്ക് ഓടിക്കാനായിട്ട് കിട്ടുന്നത്. ഈ ബൈക്ക് ഓടിക്കാൻ വേണ്ടി പോയതല്ല, പെട്ടെന്ന് ഒന്ന് ചേഞ്ച് ചെയ്ത് ഓടിച്ചതാണ്. ആ സമയത്ത് എൻ്റെ GoPro ഓൺ ആയിരുന്നു. അപ്പോൾ ഞാനത് ശ്രദ്ധിച്ചില്ല. ഞാൻ ബൈക്ക് ഓടിച്ച് പോയിക്കൊണ്ടിരുന്നു കുറേ ദൂരം. പിന്നെയാണ് GoPro ഓഫ് ആക്കിയത്. അതിനുശേഷം ഞാൻ വീട്ടിൽ വന്നിട്ട് മറ്റേ ബൈക്കിൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഇങ്ങനെ വീഡിയോസ് സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇതിൻ്റെ വിഷ്വൽ കയറി വന്നപ്പോൾ ഇത് ഏത് ബൈക്കാണെന്നുള്ളത് ഞാൻ ചിന്തിച്ചു പോയി. കാരണം NSൻ്റെ എൻ്റെ ഉള്ളിലുള്ള ഫീൽ എന്ന് പറയുന്നത് ഞാൻ കൂടുതലും എനിക്ക് ഉള്ളിൽ നിന്ന് അങ്ങോട്ടുള്ള ഫീല്, ആ ഒരു ലുക്ക് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഓരോ ബൈക്കുകളുടെയും രൂപം ഇങ്ങനെ മനസ്സിലാലോചിക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഫെയറിങ്ങോ അല്ലെങ്കിൽ ഹെഡ്ലൈറ്റോ അങ്ങനെ ഓരോരോ പാർട്സ് നമ്മുടെ മനസ്സിൽ കയറി വരും. എനിക്ക് പെട്ടെന്ന് കയറി വരുന്നത് ഏത് ബൈക്കിൻ്റെ ആലോചിച്ചാലും അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഈ ഒരു കോക്പിറ്റ് വ്യൂ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര എൻ്റെ മനസ്സിൽ ഇങ്ങനെ പിടിക്കും. അപ്പോൾ അതുപോലെ NSൻ്റെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് എൻ്റെ മനസ്സിൽ പിടിച്ച് കിടന്ന ആ ഒരു ലുക്ക് എന്ന് പറയുന്നത് ആ ഒരു ഫുള്ളി അനലോഗ് ആയിട്ടുള്ള ആ ഒരു ടാക്കോമീറ്ററും അങ്ങനെയുള്ളൊരു ലുക്കാണ്. അത് കംപ്ലീറ്റ്ലി ഇവിടെ ചേഞ്ച് ചെയ്തു പോയി. അപ്പോൾ ഈ ഒരു മീറ്റർ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൻ്റെ അകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. നിങ്ങളത് ശ്രദ്ധിച്ചോ എന്നറിയില്ല. ഇത് ഈ ഒരു എംബ്ലം കാണുമ്പോൾ യമഹയുടെ വണ്ടിയാണോ എന്നൊരു നിമിഷത്തേക്ക് തോന്നിപ്പോവും. ഒന്നുകൂടെ കാണിച്ചു തരാം.
ഈ ഒരു സാധനം. അതൊരു നാവിഗേഷൻ ആയിട്ടുള്ള ടേൺ ബൈ ടേണിൻ്റെ ഇൻഡിക്കേഷനാണ്. നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ യമഹയുടെ ബൈക്ക് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. സോ ബൈക്കിൽ വന്നിട്ടുള്ള ഏറ്റവും വലിയ ചേഞ്ച് എന്ന് പറയുന്നത് ഈ ഒരു കൺസോളിൽ തന്നെ എന്ന് പറയാം. കാരണം കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിട്ടുണ്ട് കാര്യങ്ങളെല്ലാം. ഇപ്പോൾ ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു കൺസോളാണ്. നെഗറ്റീവ് ഡിസ്പ്ലേ ആണ്, കാണാനൊക്കെ അത്യാവശ്യം ബ്രൈറ്റാണ്. നമ്മൾ സൺലൈറ്റിലും കുഴപ്പമൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇതിൻ്റെ അകത്ത് എല്ലാം ഉണ്ട്. നമ്മുടെ RPM കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, നിങ്ങളുടെ ഫോൺ കണക്ട് ചെയ്യാൻ പറ്റും. ടേൺ ബൈ ടേൺ നാവിഗേഷൻ കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് മാപ്പ് കണക്ട് ചെയ്യാൻ പറ്റും. എനിക്കതിൽ തോന്നിയത് ഗൂഗിൾ മാപ്പ് സപ്പോർട്ടല്ല, ഇവരുടെ തന്നെ ഒരു മാപ്പ് സിസ്റ്റം ഉണ്ട്. അതിൽ അത്യാവശ്യം മാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കണക്ട് ചെയ്ത് വേണം ഇത് വർക്ക് ചെയ്യാനായിട്ട്. അത് നമുക്കിതിൽ കണക്ട് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല നമുക്ക് കോൾ കാര്യങ്ങളൊക്കെ ഫോൺ കണക്ട് ചെയ്തിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതിനായിട്ട് ഈ ഒരു മോഡ് സ്വിച്ച് ഉണ്ട്. ഈ ഒരു മോഡ് സ്വിച്ച് ഉപയോഗിച്ച് നമുക്ക് കോൾ എടുക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. സോ ബജാജിൻ്റെ ഒരു ആപ്പ് ഉണ്ട്. അതുവഴി ഇതിൽ ഫുള്ളി കണക്ട് ചെയ്ത് നമ്മുടെ ഫോൺ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റത്തിലോട്ട് മാറിയിട്ടുണ്ട്. പിന്നെ നോർമലിയുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതിൻ്റെ അകത്തുള്ളത്. കംപ്ലീറ്റ്ലി ഈ കൺസോൾ ചേഞ്ച് ആയി എന്നുള്ളത് തന്നെയാണ് NSൽ ഇപ്പോൾ വന്നിട്ടുള്ള ഏറ്റവും വലിയ ചേഞ്ച് എന്ന് പറയുന്നത്. പിന്നെ ബാക്കിയുള്ള സ്വിച്ചസും കാര്യങ്ങളൊക്കെ നോർമൽ നമ്മുടെ NSൽ മുമ്പ് കണ്ടിട്ടുള്ള സ്വിച്ചസ് ആണ്. എക്സ്ട്രാ ഒരു അധികപ്പെട്ടായിട്ടിരിക്കുന്നത് ഈ ഒരു മോഡ് സ്വിച്ചാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ടുള്ള കൺസോളും സിസ്റ്റം ഒക്കെ ഉണ്ട്. ഇവിടെ ഒരു RPM ബ്ലിങ്ക് ലൈറ്റ് ഉണ്ട്. അതിങ്ങനെ മിന്നിക്കൊണ്ടിരിക്കും. നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് അതൊരു RPM ബ്ലിങ്ക് ലൈറ്റ് പോലെ പ്രവർത്തിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. പിന്നെ ടോട്ടലി ലുക്ക്, അവർ എന്താ പറയുക, ഈ ഒരു കളർ സ്കീം അത്യാവശ്യം കുഴപ്പമില്ല. കാരണം ആ ഒരു 200 എന്നൊക്കെ എഴുതിയിരിക്കുന്നതും ഈ റെഡ് കളറൊക്കെ നമുക്ക് ഫസ്റ്റ് ജനറേഷൻ ഒരു മുമ്പുണ്ടായിരുന്ന ആ ഒരു NS200ൻ്റെ ഒരു പാറ്റേൺ പിടിച്ചിട്ടുണ്ട്. മോശമാക്കിയിട്ടില്ല ലുക്കായിരുന്നാലും. DRL കത്തിക്കിടക്കുന്നത് ഇങ്ങനെയാണ്. സോ അത് കാണാൻ തന്നെ ഭംഗിയുണ്ട്. എനിക്ക് ആദ്യം അക്സെപ്റ്റഡ് ആയിരുന്നില്ല ഇതിൻ്റെ ഒരു DRL അല്ല ഈ ടോട്ടൽ ഹെഡ്ലൈറ്റിൻ്റെ ലുക്ക് എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് നേരിട്ട് കണ്ടപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും അവിടെ ഒരു പ്രീമിയം ഫീൽ തോന്നുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു സ്മൂത്ത്നെസ് ലെവൽ കൂടിയിട്ടുണ്ട്. എൻജിൻ റിഫൈൻമെൻറ്റ് കൂടിയ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിലൊരു സ്ലിപ്പർ ക്ലച്ച് വന്നിട്ടുണ്ടെന്ന് ക്ലെയിം ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ഫീൽ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോഴൊക്കെ ആ ഒരു എന്താ പറയുക ഒരു പിടുത്തവും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതൊക്കെയാണ് ഓടിക്കുന്ന സമയത്ത് ഫീൽ ചെയ്യുന്നൊരു കാര്യം. NS200 ഒക്കെ നിങ്ങൾക്ക് അറിയാം, നമ്മളൊരു എന്താ പറയുക സ്ട്രൈറ്റ് റോഡിനെക്കാട്ടിയും നമ്മളൊരു കോർണറോ കാര്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് വളരെ സ്റ്റേബിളായിട്ട് നിൽക്കുന്ന ബൈക്കുകളാണ് നമ്മുടെ NS200, ഡ്യൂക്ക് 200 അങ്ങനെയുള്ള വണ്ടികളെല്ലാം. അപ്പോൾ ആ ഒരു ഫീൽ നമ്മളിപ്പോൾ എന്താ പറയുക, ഞാൻ ഈ ബൈക്ക് ആദ്യമായിട്ട് ഓടിക്കുന്ന സമയത്തും എനിക്ക് ഓടിക്കാൻ കിട്ടിയതും അതുപോലത്തെ ഒരു ട്വിസ്റ്റി റോഡിലായിരുന്നു. അപ്പോൾ അന്ന് ഇത് ഓടിച്ച സമയത്ത് ഞാൻ ശ്രദ്ധിച്ച കാര്യം അതാണ്, ഡൗൺ ഷിഫ്റ്റ് എല്ലാം കിടിലമായിട്ടുണ്ട്. ഇപ്പോൾ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു സൗണ്ടിൻ്റെ ആ ഒരു ഫീലായിരുന്നാലും ബൈക്ക് ഡൗൺ അടിക്കുന്ന സമയത്ത് നമ്മൾ 1-2 ഗിയർ ഡൗൺ ചെയ്ത് കൊടുത്താലും ആ ഒരു എന്താ പറയുക ആ ഒരു പിടുത്തം എന്ന് പറയുന്ന സാധനം എനിക്ക് എഞ്ചിൻ്റെ സൈഡിൽ നിന്ന് ഭയങ്കരമായിട്ട് കുറഞ്ഞ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. വളരെ ക്ലീൻ ആയിട്ടുള്ള എഞ്ചിൻ ബ്രേക്കിംഗ് ആണ് എനിക്കിപ്പോൾ പഴയ വേർഷൻ വെച്ച് നോക്കുമ്പോൾ ഫീൽ ചെയ്യുന്നത്. സോ അതാണ് എനിക്ക് റൈഡ് ഫീൽഡിൽ വന്നിട്ടുള്ള മാറ്റമായിട്ട് പറയാനുള്ളത്. ഓക്കെ, പിന്നെ ഇവിടെ നമുക്കൊരു USB പോർട്ട് ചാർജർ വരുന്നുണ്ട് ഈ സൈഡിലായിട്ട്. സോ ടൂർ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഫോണൊക്കെ അത്യാവശ്യം ചാർജ് ചെയ്ത് കൊണ്ടുപോകാം. അങ്ങനെയുള്ള കുറച്ച് പരിപാടികളൊക്കെയാണ് NS200ൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതാണ് ടോട്ടലി ഉള്ള ചേഞ്ചുകൾ. ഇത്രയും ചേഞ്ചുകളൊക്കെയാണ് ഞാൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. നമുക്ക് എടുത്തറിയാൻ പറ്റുന്ന ലെവലിലേക്കുള്ള ചേഞ്ചുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ആൻഡ് ഞാൻ NS200നെ പറ്റി പറയേണ്ട കാര്യമില്ല, എങ്ങനത്തെ ബൈക്കാണെന്നുള്ളത്. ഭയങ്കര വാല്യൂ ഫോർ മണിയാണ്. എപ്പോഴും 200cc വാല്യൂ ഫോർ മണി ടച്ചിലെടുക്കാൻ നിൽക്കുന്ന ആളുകൾക്ക് ആദ്യം അവർ കൺസിഡർ ചെയ്യുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് NS200 ആണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇവൻ്റെ പവർ, ഇവൻ്റെ പ്രൈസ്, ഇത് രണ്ടും കമ്പയർ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാവും എന്താണ് ആൾ എന്നുള്ളത്. പിന്നെ ഉറപ്പായിട്ടും ഞാൻ NS200നെ പറ്റി ഒരുപാട് പറയേണ്ട കാര്യമില്ല. ഒരുപാട് പേർക്ക് നോളജ് ഉള്ളൊരു ബൈക്കാണ്, എന്താണ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ. NSൻ്റെ പവർ ഡെലിവറി എന്ന് പറയുന്നത് എന്താ പറയുക വലിച്ചെടുത്ത് ചവിട്ടിപ്പറിച്ചൊരു പോക്കൊന്നുമില്ല. ശരിക്കും ആ ഒരു 7000 RPM ഒക്കെ ക്രോസ് ചെയ്തതിന് ശേഷമാണ് NS പുള്ളി തുടങ്ങുന്നത്. അതിനുശേഷം പിന്നില്ല റോഡ് വീലറൊക്കെ തുടൽ ഓടിക്കുന്ന പോലെയാണ് പൊക്കൊണ്ടേയിരിക്കും. പിന്നെ ടോപ്പ് എൻഡ് എന്ന് പറയുന്നത് ഇത്ര ടോപ്പ് എൻഡൊന്നും പറയാനില്ല. പല റേഞ്ചിലേക്ക് ടോപ്പ് എൻഡ് കയറുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതാണ് NS200ൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ചില സമയങ്ങളിൽ എവിടെയും ലിമിറ്റഡ് ആയിട്ട് പറയാൻ പറ്റില്ല. അത്രയും പെർഫോമൻസ് ഹൈ റെവ്സിൽ കിട്ടുന്നൊരു ബൈക്കാണ്. ലോ റെവ്സിൽ ഡീസൻ്റ് ആയിട്ടുള്ള ടോർക്ക്, മിഡ് RPMലേക്ക് കയറുമ്പോഴും ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ടോർക്ക് പവർ ഔട്ട്പുട്ട് കിട്ടും. ടോപ്പ് RPMലോട്ട് പോകുമ്പോഴാണ് ശരിക്കും അവൻ്റെ പെർഫോമൻസും കാര്യങ്ങളും ഇരിക്കുന്നത്. ആൻഡ് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമാണ്, വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. ഒരുപാട് ടോളായിട്ടുള്ള ബൈക്കല്ല, ഒരുപാട് വെയിറ്റ് ഉള്ള ബൈക്കല്ല. അതുകൊണ്ട് തന്നെ ടോട്ടലി വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതും എന്താ പറയുക വളരെ ഈസി ആയിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നതും കയ്യിൽ വെക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ബൈക്കാണ്. അതായത് വലിയ മെയിൻ്റനൻസോ കാര്യങ്ങളൊന്നുമില്ല. മെയിൻറ്റെയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഇറിറ്റേഷൻ ഫീൽ ചെയ്യുന്ന ബൈക്ക് കൂടിയാണ് NS200 എന്ന് പറയുന്നത്. കാരണം അവിടെ ഇവിടേക്കുള്ള സൗണ്ട് ഇല്ല, ചിലങ്കിയിട്ട് പോകുന്ന പോലത്തെ സൗണ്ട്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ NSൽ ഫീൽ ചെയ്യും. അപ്പോൾ അത് എന്താ പറയുക പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ഞാൻ NS200 മാത്രമല്ല, ഞാൻ ബജാജ് എടുക്കുന്ന എല്ലാവരുടെ അടുത്തും പറയുന്നൊരു കാര്യമാണ്, വാല്യൂ ഫോർ മണിയാണ്, പവറുണ്ട്,
കൊടുക്കുന്ന പ്രൈസിനുള്ള പവർ ബജാജിൻ്റെ ഒട്ടുമിക്ക ബൈക്കിലും ബജാജ് തരുന്നതാണ്. പക്ഷേ മെയിൻറ്റെയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ബൈക്കുകളും മെയിൻറ്റെയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നശിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു ബജാജ് അതിൻ്റെ മെയിൻ്റനൻസ് കറക്റ്റിന് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നന്നായിട്ട് നമുക്ക് ബൈക്കിൻ്റെ പല ഏരിയയിൽ നിന്ന് സൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടി തുടങ്ങും. ഒരു സൈഡിൽ വരുന്ന വൈബ്രേഷൻ വളരെ പെട്ടെന്ന് തന്നെ എല്ലാ സൈഡിലേക്കും ബാധിക്കാറുണ്ട് ബജാജിൻ്റെ കാര്യത്തിൽ, ബജാജ് TVS അങ്ങനെ കുറച്ച് ബ്രാൻഡുകളുടെ കാര്യത്തിൽ. അപ്പോൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കയ്യിൽ വയ്ക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ളൊരു ബൈക്കല്ല. അത് മാത്രമല്ല നിങ്ങൾക്ക് പെട്രോൾ അടിച്ച് കൊണ്ട് നടക്കാനായിരുന്നാലും മോശമില്ലാത്തൊരു മൈലേജൊക്കെ കിട്ടുന്നൊരു ബൈക്കാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക. ഞാൻ NS200ൻ്റെ മൈലേജ് ടെസ്റ്റ് ചെയ്തിട്ടില്ല. നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം എത്ര കിട്ടും എന്നുള്ളത്. എന്നാലും പൊതുവേ ഡെഫിനറ്റ്ലി എനിക്ക് NS200ൽ മിക്ക ബൈക്കിലും 35 പുറത്ത് കിട്ടിയിട്ടുണ്ട്, 35 താഴെ പോവാതെ കിട്ടിയിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി അതിന് പുറത്തോട്ടും കിട്ടും. എൻ്റെ പല ഫ്രണ്ട്സിനും 40+ കിട്ടുന്നുണ്ടെന്ന് പറയുന്നവരും ഉണ്ട്. സോ ഈസി ആയിട്ട് കയ്യിൽ വയ്ക്കാം, ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന, ഇപ്പോൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ആയിട്ടുള്ളൊരു ബൈക്കാണ്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് പോയി എടുക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ NS200 2024 ലേറ്റസ്റ്റ് വേർഷൻ ബൈക്കിനെ പറ്റി എനിക്ക് പറയാനുള്ളത്, ചേഞ്ചസും കാര്യങ്ങളൊക്കെ. പിന്നെ ഓൺ റോഡ് പ്രൈസ് ഞാൻ അന്വേഷിച്ചിട്ട് താഴെ കൊടുത്തേക്കാം എത്രയാണെന്നുള്ളത്. ഇവിടുത്തെ ഓൺ റോഡ് പ്രൈസാണ്, ചെറിയ വ്യത്യാസം അവിടെ ഇവിടേക്കായിട്ടുണ്ടാവും. ഇവിടുത്തെ ഓൺ റോഡ് പ്രൈസ് ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ എനിക്ക് തോന്നുന്നു 2 lakhs ആ ഒരു റേഞ്ചിലേ ഉള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഞാനത് താഴെ കൊടുത്തേക്കാം. അപ്പോൾ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് കല്ലിങ്കൽ ബജാജ്. അവരാണ് എനിക്ക് ബൈക്ക് പ്രൊവൈഡ് ചെയ്തത്. നിങ്ങൾക്ക് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. താഴെ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ടാവും. എപ്പോഴും പറയുന്ന പോലെ അടുത്തൊരു ബൈക്കുമായിട്ട് അല്ലെങ്കിൽ അടുത്തൊരു ബൈക്കിൻ്റെ കാര്യങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ സൈനിങ് ഓഫ് ഫ്രം ദിസ് ചാനൽ ട്രാക്ഷൻ 4. ബൈ.